അസ്സലാമലൈക്കും. ഹായ് ഗൈസ്, എന്തെല്ലാം വിശേഷം? സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് അൽ റൊമാൻസിയിലാണ്. ഞാനിവിടെ എന്തിനാ വന്നതെന്നല്ലേ, ഇവിടെ ഫുഡ് കഴിക്കാൻ, അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നിനും വരാൻ കഴിയില്ല. ഓരോ ചോദ്യം ചോദിച്ചു വരും. ഇവരെയും കൂട്ടി പോകുന്നതിനെ കൊണ്ടാന്ന് തോന്നും ഇവിടെ ഫുഡില്ല. എന്ത് ചെയ്യാനാ, നമ്മൾ ദുആ ചെയ്യാം. എന്റെ കമ്പനിക്കാരായോണ്ട് പറയില്ല, ഇത്ര ഗതികെട്ട കമ്പനിക്കാർ ഇങ്ങൾക്കുണ്ടോ? ഇവരെ കൂട്ടി ഞാൻ ഏതൊരു വൈക്ക് പോയാലും പടച്ചോനെ അത് മുടങ്ങും. ഫുഡ് കഴിക്കാൻ പോയത്, അവിടെ ഫുഡില്ല, തീർന്നു. നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയില്ല. നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ മടങ്ങി പോകാൻ പാടില്ല. നമ്മൾ ഓർഡർ ചെയ്ത് അൽ മഖ്ലൂബ. ഇനി കാര്യത്തിലേക്ക് കടക്കുക. നമ്മൾ കഴിക്കാൻ പോയത് മധുഹൂത്താണ്, പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തത് മഖ്ലൂബ. വെറുതെ ഒന്ന് ട്രൈ ചെയ്ത ഇന്റെ മോനെ എമ്മാതിരി സാധനം എന്നറിയാം, ഒരു രക്ഷയില്ലാത്ത ഐറ്റം. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. അതായത് നിങ്ങൾ അൽ റൊമാൻസിയെ പോയിട്ട് മഖ്ലൂബ കഴിച്ചിട്ട് അതങ്ങ് ഫ്ലോപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ ഞാൻ അഷ്കറിനോടും ഇജുവിനോടും വാങ്ങി തരും. അത് ഉറപ്പാ, 100%. ഇതിൽ ഫുള്ള് പച്ചക്കറി, അതായത് ഉരുളക്കിഴങ്ങ്, വൈദിനിക കണ്ടല്ലോ. എന്റെ ജന്മത്തിൽ ഞാൻ ഇത്ര ടേസ്റ്റിൽ എവിടുന്നില്ല. എമ്മാതിരി സാധനം മക്കളെ, ഒരു രക്ഷയില്ല, കിൻഡൽ. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇത് ശരിക്കും അടിപൊളിയാ, നല്ല രസമുണ്ട് സീരിയസ്ലി. ഡെസേർട്ടായിട്ട് നമ്മൾ ഓർഡർ ചെയ്തു സാക്ഷാൽ ഗുണാഫ കഴിക്കുന്നതിന് ഒരുപാട് രീതികളുണ്ട്. നമ്മളെ രീതി ഞാൻ കാണിച്ചുതരാം. അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പിടിച്ച് വലിച്ച് വാരി തിന്നുക, ഇല്ലെങ്കിൽ ഒരു തേങ്ങയും കിട്ടൂല. എനിക്ക് ഭാഗ്യത്തിന് 2 കഷ്ണം കിട്ടി. കിട്ടാത്തോലെ അവിടെ കുത്തിന് കരയാന്നല്ലാണ്ട് ആരും തരൂല. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ, സി യു. പറ്റുകയാണെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്യട്ടോ, ഫീഡ്ബാക്കും അറിയിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.